നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയ വോട്ട്, ജയിച്ച ജയം, അതൊക്കെ രാഷ്ട്രീയ കേരളത്തിന് പരിചിതമാണ്. അപ്പോൾ പാലക്കാട് നിലനിർത്തുക എന്നത് വലിയൊരു ആവശ്യം തന്നെയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസിന് വേണ്ടി മത്സരിക്കാൻ ഇറങ്ങാൻ സാധിക്കില്ല. കാരണം രാഹുൽ ഇപ്പോൾ പാർട്ടിയിലില്ല. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ആ സീറ്റ് നിലനിർത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു വ്യക്തിയെ തന്നെ പാലക്കാട് ഇറക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വിവരം, പാലക്കാട് മണ്ഡലത്തിൽ രമേശ് പിഷാരടി ശക്തനായ സ്ഥാനാർത്ഥിയായി ഇറക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. പക്ഷേ ഒരു വിഭാഗം ഇതിന് എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്ത് വന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. പാലക്കാട് മണ്ഡലത്തിൽ രമേശ് പിഷാരടി ശക്തനായ സ്ഥാനാർത്ഥിയല്ലെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം. DCC പ്രസിഡന്റ് എ തങ്കപ്പനും പാലക്കാട് MP VK ശ്രീകണ്ഠനും KPCC നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചതായാണ് സൂചന. ഷാഫിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് നടനും കോൺഗ്രസ് അനുഭാവിയുമായ രമേശ് പിഷാരടിയെ പാലക്കാട് മത്സരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ഷാഫി പറമ്പിലിന്റെ നോമിനിയായി ഒരു സ്ഥാനാർത്ഥിയെ കൂടി മണ്ഡലത്തിൽ എത്തിക്കുന്നത് ശരിയല്ല എന്ന് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്കുണ്ടാക്കിയ നാണക്കേട് ഉന്നയിച്ച് അതിനെ എതിർക്കാനാണ് ഇപ്പോഴത്തെ ഒരു വിഭാഗത്തിന്റെ നീക്കമെന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. K മുരളീധരനെയും മുൻ IAS ഉദ്യോഗസ്ഥനായ കണ്ണൻ ഗോപിനാഥിനെയും നേരത്തെ കോൺഗ്രസ് പരിഗണിച്ചതാണ്. ജില്ലാ കമ്മിറ്റിയും പാലക്കാട് MP VK ശ്രീകണ്ഠൻ ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചതാണ്. 2011 മുതൽ UDFന്റെ കുത്തക മണ്ഡലമാണ് പാലക്കാട്. 2011, 2016 തിരഞ്ഞെടുപ്പുകളിൽ വലിയ ഭൂരിപക്ഷം നേടിയാണ് ഷാഫി പറമ്പിലൂടെ വിജയിച്ചത്. 2021 മാത്രമാണ് ശക്തമായ മത്സരം പാലക്കാട് മണ്ഡലത്തിൽ ഉണ്ടായത്. അന്ന് E ശ്രീധരനായിരുന്നു NDA സ്ഥാനാർത്ഥി. അന്ന് 30,000-ഓളം സീറ്റുകൾക്കാണ് ഷാഫി പറമ്പിൽ മണ്ഡലത്തിൽ വിജയിച്ചത്. അതിനുശേഷമാണ് ഷാഫി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് വടകര MP ആയത്. ഉപതിരഞ്ഞെടുപ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് MLA ആയി വരുന്നത്. 50 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം സ്ക്രീനിംഗ് കമ്മിറ്റി കൈമാറിയിട്ടുണ്ട്. 10 സീറ്റുകളിൽ ഒന്നിലധികം പേരും കൈമാറിയിട്ടുണ്ട്. പാർട്ടി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ ചേരുന്ന തിരഞ്ഞെടുപ്പ് സമിതിയാണ് ഇതിൽ തീരുമാനമെടുക്കുന്നത്. സിറ്റിംഗ് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് പുറത്തായതോടെ പാലക്കാട് മണ്ഡലത്തിൽ ചലച്ചിത്ര താരം രമേശ് പിഷാരടി സ്ഥാനാർത്ഥിയാകും എന്ന് കഴിഞ്ഞ ദിവസം മുതൽ അഭ്യൂഹങ്ങൾ ശക്തമാകുന്നുണ്ട്. എന്തായാലും ഇവിടെ മുതിർന്ന നേതാവ് K മുരളീധരന്റെ പേരും നേതൃത്വം പരിഗണിച്ചു. പക്ഷേ പിഷാരടിയുടെ പേര് ഏറെക്കുറെ അന്തിമമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുരളീധരൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കും. പാലക്കാട് തൃപ്പൂണിത്തുറ ഒഴികെയുള്ള 20 സിറ്റിംഗ് സീറ്റുകളിൽ MLA മാർ വീണ്ടും മത്സരിക്കും. ഇതിനു പുറമെ TN പ്രതാപൻ മണലൂർ, VT ബൽറാം തൃത്താല, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് കൊടുങ്ങല്ലൂർ, VP സജീന്ദ്രൻ കുന്നത്തുനാട്, ഐഷ പോറ്റി കൊട്ടാരക്കര, K പ്രവീൺകുമാർ കൊയിലാണ്ടി, K ജയന്ത് കോഴിക്കോട് നോർത്ത്, KM അഭിജിത്ത് നാദാപുരം, വിദ്യാ ബാലകൃഷ്ണൻ എലത്തൂർ, KA തുളസി കോങ്ങാട് എന്നിവിടങ്ങളിൽ ഒറ്റ പേരായിട്ടുണ്ട്. എന്തായാലും രമേശ് ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നത് പാർട്ടി ആവശ്യപ്പെട്ടാൽ താൻ മത്സരിക്കും, മത്സരരംഗത്തുണ്ടാകും എന്നാണ്. ഔദ്യോഗികമായി ആരും ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഏത് ഉത്തരവാദിത്വവും ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്തായാലും പാലക്കാട് കോൺഗ്രസിന് വേണ്ടി ആരാണ് മത്സര രംഗത്ത് ഇറങ്ങാൻ പോകുന്നത് എന്ന ചോദ്യമാണ് നിലവിൽ ശക്തമാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഇറക്കാനുള്ള സാധ്യതയുണ്ടോ? കാരണം അവിടെ നിലനിർത്തുക എന്നത് വലിയൊരു ആവശ്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ, അതായത് VK ശ്രീകണ്ഠൻ MPയും രാഹുൽ മാങ്കൂട്ടത്തിലും കൂടിക്കാഴ്ച നടത്തിയ വിഷയത്തിൽ റിട്ടയർഡ് SP ജോർജ് ജോസഫ് നിർണായകമായ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ പങ്കുവച്ചിട്ടുണ്ട്. രാഹുൽ പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ സൂചന ഇതിനെ കണക്കാക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിലേക്ക് തിരികെ വരുന്നു എന്നാണ് തൻ്റെ അഭിപ്രായം. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്രകാരമാണ്. അതിൻ്റെ സൂചനകളൊക്കെ വന്നു തുടങ്ങി. അതായത് VK ശ്രീകണ്ഠൻ MPയും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയും അവിചാരിതമായി കണ്ടു എന്നാണ് പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും അത് കോൺഗ്രസിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരികെ പോകുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ്. രാഹുലിനെ അംഗത്വം നൽകി, അതായത് എടുത്തുകളഞ്ഞ അംഗത്വം തിരികെ നൽകി പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് തനിക്ക് തോന്നുന്നതെന്ന് ജോർജ് ജോസഫ് പറഞ്ഞു. രാഹുലിനെ പോലൊരു വ്യക്തി എവിടെ മത്സരിച്ചാലും കോൺഗ്രസിനൊരു സീറ്റ് ഉറപ്പാണ്. എല്ലാ ജാതിക്കാരും, എല്ലാ മതക്കാരും, എല്ലാ പാർട്ടിക്കാരും രാഹുലിന് വോട്ട് ചെയ്യും എന്നാണ് തനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാലക്കാട് രാഹുൽ മത്സരിച്ചപ്പോൾ കൂടെ ഷാഫിയും VK ശ്രീകണ്ഠനും പിന്തുണ അർപ്പിച്ച് കൂടെ ഉണ്ടായിരുന്നു. ആ VK ശ്രീകണ്ഠനുമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. അതൊരു നല്ല ലക്ഷണമായിട്ടാണ് താൻ കണക്കാക്കുന്നതെന്നും ജോർജ് ജോസഫ് പറഞ്ഞു. കോൺഗ്രസിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ തിരിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം 3 കേസുകളുണ്ട്. 3 കേസുകളും ചീറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ജോർജ് ജോസഫിൻ്റെ വിശദീകരണം. ഈ കേസുകൾ കുറച്ചു കാലം കൂടി വലിച്ചു നീട്ടാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. പക്ഷേ ആ കേസുകൾ പെട്ടെന്ന് തന്നെ അവസാനിക്കാനാണ് സാധ്യത. 3 കേസുകൾക്ക് നിയമപരമായിട്ടുള്ള നിലനിൽപ്പില്ല എന്ന് തുടക്കം മുതൽ മനസ്സിലായ കാര്യമാണ്. ഹൈക്കോടതിയും അതേ അഭിപ്രായത്തിൽ തന്നെ എത്തിയത് പിന്നീട് നമുക്ക് മനസ്സിലായി. സുപ്രീം കോടതിയും അതേ അഭിപ്രായത്തിൽ തന്നെയാണ് എത്തിയത്. കേസുകൾക്ക് നിലനിൽപ്പില്ല നിയമപരമായിട്ട്. അതിനിടയിൽ മറ്റൊരു കാര്യം,
രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യം റദ്ദാക്കുന്ന തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായിട്ടുണ്ട്. പരാതിക്കാരി വാട്സപ്പ് കോളിലൂടെ രാഹുൽ വിളിച്ചു എന്നതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം പരാതിക്കാരിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത്തരത്തിൽ ജാമ്യം റദ്ദാക്കാൻ സാധിക്കില്ല, അത് പ്രായോഗികമായി നടക്കുന്ന കാര്യമല്ല. അങ്ങനെ വിളിച്ച് സംസാരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് ജോർജ് ജോസഫിന്റെ നിഗമനം. അറിയാതെ കോളെങ്ങാനും പോയാലായി, അതിനൊരു സംഭാഷണമായിട്ട് പറയാൻ സാധിക്കില്ല. ഒരു കാരണമായി അതിനെ, അതായത് ജാമ്യം റദ്ദാക്കാനുള്ള ഒരു കാരണമായി അതിനെ കാണാനും സാധിക്കില്ല. മാത്രമല്ല ഇവർ നേരിട്ട് കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടാകില്ല എന്നാണ് താൻ കരുതുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണ്, ജാമ്യ വ്യവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി നേരിട്ട് കണ്ട് സംസാരിച്ച് അത്തരത്തിലുള്ള ഒരു തലത്തിലേക്ക് നയിക്കപ്പെടുമെന്ന് കരുതുന്നില്ല. എപ്പോൾ വിളിച്ചാലും ഓടിച്ചെല്ലുന്ന ആളാണ്. അതുകൊണ്ട് അതായത് പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്യണമെന്ന ആവശ്യമായിട്ട് വിളിക്കുകയാണെങ്കിൽ ഓടി ചെല്ലുന്ന വ്യക്തിയാണ്. അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ എന്തിനാണ് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തത് എന്നാണ് ജോർജ് ജോസഫ് ചോദിക്കുന്നത്. മൂന്നാമത്തെ അറസ്റ്റ് വളരെ നിയമവിരുദ്ധമായിട്ടുള്ള അറസ്റ്റായിട്ടാണ് തനിക്ക് തോന്നിയത്. കൊടുത്താൽ, അതായത് നോട്ടീസ് കൊടുത്താൽ ഓടി വരുന്ന ആൾക്ക് എന്തിനാണ് അറസ്റ്റ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അറസ്റ്റിലേക്ക് നീങ്ങേണ്ടെന്ന ആവശ്യം എന്തായിരുന്നു? രാഷ്ട്രീയ പ്രേരിതമാണ് ആ അറസ്റ്റ് എന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. പോലീസ് ഉദ്യോഗസ്ഥരും ഈ കാര്യത്തിൽ രാഷ്ട്രീയം കളിച്ചു എന്നാണ് ജോർജ് ജോസഫിന്റെ ഒരു നിഗമനം. പെൺകുട്ടി കോൺഗ്രസും ഇടയ്ക്കൊരു പെൺകുട്ടി കോൺഗ്രസുമായി ബന്ധമുള്ള ഒരു പെൺകുട്ടി മാനനഷ്ട കേസും രാഹുലിനെതിരെ നൽകിയിട്ടുണ്ട്. അത് ഡിഫമേഷൻ മറുപടി പറയേണ്ടി വരും. അത്തരത്തിലുള്ള നിരീക്ഷണമാണ് ജോർജ് ജോസഫ് നടത്തിയിരിക്കുന്നത്. എന്തായാലും നിയമപരമല്ലാത്ത ലൈംഗിക ബന്ധം നടന്നിട്ടില്ല എന്ന് കോടതിക്ക് ബോധ്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കോടതി തന്നെ രാഹുലിന് അനുകൂലമായ ഒരു വിധി പുറപ്പെടുവിക്കാനുള്ള സാധ്യത നിലവിലുണ്ട് എന്നും ജോർജ് ജോസഫ് വ്യക്തമാക്കി. ഇത്തരത്തിൽ രാഹുലിന് നിയമപരമായിട്ട് ഇത്തരത്തിൽ ധാർമ്മികമായിട്ടുള്ള തെറ്റുണ്ട് എങ്കിൽ പോലും നിയമപരമായിട്ടുള്ള ഈ ഒരു കാര്യത്തിൽ ഒരു സ്കോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള, അല്ലെങ്കിൽ ഈ നല്ല കോടതിയിൽ നിന്ന് അനുകൂലമായൊരു വിധി വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ജോർജ് ജോസഫ് വ്യക്തമാക്കുന്നത്. ലൈംഗിക അതിക്രമ പരാതിയിൽ കോൺഗ്രസ് പുറത്താക്കിയ പാലക്കാട് എം.എൽ.എ രാഹുൽ മാങ്കൂട്ടത്തിലുമായി വി കെ ശ്രീകണ്ഠൻ എം പി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അടൂരിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. രാഹുൽ ജാമ്യത്തിൽ ഇറങ്ങിയതിന് പിന്നാലെ ഒരു കോൺഗ്രസ് നേതാവ് നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത് ആദ്യമായിട്ടായിരുന്നു. രാഹുലിനെ വി കെ ശ്രീകണ്ഠൻ എം പി നേരിട്ടെത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയത്. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതുയുഗ യാത്രയിലെ പ്രധാനപ്പെട്ട അംഗമാണ് വി കെ ശ്രീകണ്ഠൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ കൂടിക്കാഴ്ച എന്നതും ശ്രദ്ധേയം. രാഹുൽ പാലക്കാട് സ്വതന്ത്രനായി മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ വന്ന പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അനുനയത്തിനു വേണ്ടിയാണോ കൂടിക്കാഴ്ച എന്നതടക്കമുള്ള സംശയങ്ങൾ ശക്തമായിരുന്നു. പക്ഷേ അത്തരത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഞങ്ങൾക്കിടയിൽ ചർച്ചയായില്ല, വ്യക്തിപരമായുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ ചർച്ച ചെയ്തത് എന്നൊരു നിലപാടായിരുന്നു വി കെ ശ്രീകണ്ഠൻ എം പി രാഹുൽ മാങ്കൂട്ടത്തിലും പ്രതികരണത്തിലൂടെ നടത്തിയത്. മാത്രമല്ല വി ഡി സതീശനും അനുനയത്തിലേക്ക് വരുന്ന ഒരു കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയെ പറ്റിയുള്ള ചോദ്യത്തിന് വി ഡി സതീശൻ പ്രതികരിച്ചത് ഇപ്രകാരമാണ്: അവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിക്കൂടാന്നുണ്ടോ, അവർ തമ്മിൽ കണ്ടുകൂടാന്നുണ്ടോ, അവർ തമ്മിൽ സംസാരിച്ചുകൂടാ എന്നുണ്ടോ, താനും രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടാൽ സംസാരിക്കുമല്ലോ എന്നായിരുന്നു വി ഡി സതീശന്റെ പ്രതികരണം. അപ്പോൾ നിലപാടുകളിലൊക്കെ ഒരു മാറ്റം വരുന്നുണ്ട്, അനുനയ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെടുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചോദ്യം വരും. പ്രത്യേകിച്ച് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പാർട്ടിക്കുള്ളിലെ പല പെൺകുട്ടികളും രാഹുൽ വിഷയത്തിൽ ഒരു നല്ലതായ ഒരു തീരുമാനം, അതായത് രാഹുൽ ഇത്തരത്തിൽ സ്ത്രീ വിരുദ്ധനായ ഒരു വ്യക്തിയാണ്, അപ്പോൾ അത്തരത്തിലൊരു വ്യക്തിക്കെതിരെ വലിയ ഒരു ശിക്ഷ അല്ലെങ്കിൽ നടപടിയിലേക്ക് കാര്യങ്ങൾ കടക്കണമെന്ന മുറവിളികൾ പാർട്ടിക്കുള്ളിലെ സ്ത്രീ നേതാക്കൾ വരെ ഉയർത്തിയിരുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നാൽ ഈ സ്ത്രീ നേതാക്കളുടെയൊക്കെ നിലപാട് എന്തായിരിക്കും, അതിൽ മാറ്റമുണ്ടാകുമോ എന്ന ചോദ്യം ശക്തമാണ്. അത്തരത്തിലൊരു നീക്കത്തിലേക്ക് പെട്ടെന്ന് കോൺഗ്രസിന് കടക്കാനാകുമോ എന്നതും ഒരു ചോദ്യമാണ്. കൂട്ടായി എടുത്ത തീരുമാനമാണ്, ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനമാണ് പാർട്ടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കുക എന്നത്. പരാതിക്കാരികൾ, അതായത് അന്വേഷണം തുടങ്ങുന്നതിന് മുന്നേ തന്നെ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി മാതൃകയാക്കിയതാണ്. അത് പല പ്രാവശ്യം കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ച് പറഞ്ഞു. ഞങ്ങൾ ഈ ആരോപണം ഉയർന്ന സമയത്ത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് എന്ന് അവകാശവാദം ഉന്നയിച്ചിരുന്നു. അങ്ങനെ പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇനി തിരിച്ചെടുക്കുകയാണെങ്കിൽ ഈ ഒരു അവകാശവാദങ്ങളൊക്കെ അപ്രസക്തമായി പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും തിരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ പാലക്കാട് രാഹുലിനെ തോൽപ്പിക്കാൻ ശക്തനായ ഒരു വ്യക്തി, അത് ആ ഒരു കോൺഗ്രസ് ഭരണം നിലനിർത്തണമെങ്കിൽ രാഹുലിനേക്കാളും വമ്പനെ ഇറക്കാൻ കഴിയണം പാലക്കാട്. അതിന് കഴിഞ്ഞില്ല എങ്കിൽ ആ ഒരു സീറ്റ് കോൺഗ്രസിന് നഷ്ടമാകും എന്ന് തന്നെ ആയിരിക്കാം നേതാക്കളുടെ ഒരു കാഴ്ചപ്പാട്. അങ്ങനെയെങ്കിൽ രാഹുലിനെ തന്നെ വീണ്ടും മത്സരിപ്പിക്കാൻ ഇറക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തേണ്ടി വരും. അതെല്ലാം മറിച്ച് മറ്റൊരു വാർത്ത
വ്യാപിക്കുന്നത് നമുക്കറിയാം. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ ഇറങ്ങും. അങ്ങനെ മത്സരിച്ചാൽ അത് വലിയ തിരിച്ചടിയായി കോൺഗ്രസിന് മാറും. അപ്പോൾ അനുനയ നീക്കത്തിന്, അനുനയ ശ്രമങ്ങൾക്ക് ശ്രമിക്കുന്നുണ്ടോ എന്ന ചോദ്യമൊക്കെ ഇപ്പോൾ നിലവിൽ ശക്തമാവുകയാണ്. അതിനിടയിലാണ് ഈ കൂടിക്കാഴ്ച കൂടി ഉണ്ടാകുന്നത്, പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണത്തിൽ ചില മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ എന്തായാലും രാഹുലിനെ പാർട്ടിയിലേക്ക് എടുക്കുമോ, പാലക്കാട് മത്സരിക്കാൻ രാഹുൽ തന്നെ ഇറങ്ങുമോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. എന്തായാലും വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ തിരഞ്ഞെടുപ്പിലേക്ക്, അല്ലെങ്കിൽ ഒരു ഏതാണ്ട് തീരുമാനങ്ങളിലേക്ക് എത്താൻ. പ്രത്യേകിച്ച് പാലക്കാട് എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. ആരാണ് അവിടെ മത്സരിക്കുക, ആരാണ് അവിടെ വീഴുക എന്നതൊക്കെ പ്രധാനമായും പാലക്കാട് ഒരു ശ്രദ്ധാകേന്ദ്രമായി തന്നെ, പാലക്കാട് മണ്ഡലം ഒരു ശ്രദ്ധാകേന്ദ്രമായി തന്നെ മാറുന്നുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.